മീഡിയ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് റോളാണ്. എന്തെങ്കിലും ഒരു മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വയലേഷൻസ് ആയാൽ അത് റിപ്പോർട്ട് ചെയ്യാനും പുറത്ത് കൊണ്ടുവരാനും നിങ്ങൾ ഒരു മെയിൻ റോളാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ കംപ്ലയൻസ്, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള ചില ലീഗൽ പ്രൊവിഷൻസ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എന്നാലും അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 സെക്ഷൻ 126 നിങ്ങളെല്ലാവർക്കും വളരെ പരിചയപ്പെട്ട ഒരു സെക്ഷനാണ്. സൈലന്റ് പീരീഡ് ആണ്. അതായത് ഇലക്ഷൻ ലാസ്റ്റ് 48 hours ഒരു സൈലന്റ് പീരീഡ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ സൈലന്റ് പീരീഡിൽ ഇലക്ഷൻ റിലേറ്റഡ് ഇലക്ഷൻ മാറ്റേഴ്സ് ഒന്നും തന്നെ നമ്മൾ ഏത് ഒരു മീഡിയയിലും അവതരിക്കാൻ പാടില്ല. അതാണ് ഈ സൈലന്റ് പീരീഡിൽ പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ there is imprisonment for 2 years. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അത് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ 126A ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്, അത് എക്സിറ്റ് പോൾസ് ആ ഒരു സൈലന്റ് പീരീഡിൽ പ്രൊഹിബിറ്റഡ് ആണ്. അതൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ഇത് ബന്ധപ്പെട്ട് എക്സിറ്റ് പോൾ എന്ന് പറയുമ്പോൾ ഈ ഒപ്പീനിയൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ട്രെയിനർമാർ സംസാരിക്കും. എന്നാലും ഞാൻ നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് പറയുന്നത് കൊണ്ട് പറയുകയാണ്. അപ്പൊ ഈ ഒപ്പീനിയൻ പോൾസ് വരുമ്പോൾ ഒപ്പീനിയൻ പോൾസ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഒപ്പീനിയൻ പോൾസ് ആരാണ് കമ്മീഷൻ ചെയ്യുന്നത്? ഇലക്ട്രോൾ റോൾ ഉറക്കെ വായിക്കുന്ന ആ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തു. അതുകൊണ്ട് ഏകദേശം 10,000 ആളുകൾ അതിൽ പങ്കെടുത്തു. ജനങ്ങൾ ഒരു 3000 പൊളിറ്റിക്കൽ പാർട്ടീസ് റെപ്രസെൻറ്റേറ്റീവ്സ് ജില്ല മുഴുവനും പങ്കെടുത്തു. അതിൽ ഏകദേശം ഒരു 1500 മരിച്ച ആളുകളെ നമ്മളെ കണ്ടെത്തി. കുറച്ച് ഫോം 6 പുതിയതായിട്ട് ചേർക്കുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തി. അപ്പൊ അതൊരു നല്ല പ്രവൃത്തിയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഇലക്ഷൻ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ആക്കണം. നല്ല ഒരു മോണിറ്ററിങ് മീഡിയ സൈഡിൽ നിന്ന് തന്നെ ഉണ്ടാവണം. മീഡിയ സൈഡിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ ആരെങ്കിലും തെറ്റുകൾ സംഭവിക്കാത്ത രീതിയിൽ തന്നെ ആകട്ടെ. തെറ്റുകൾ സംഭവിക്കാൻ പാടില്ല. ഫേക്ക് ന്യൂസ്, പെയ്ഡ് ന്യൂസ്, MCMC, പ്രീ സർട്ടിഫിക്കേഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ടത്. ആ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് നമ്മുടെ സ്റ്റേറ്റ് ലെവൽ മാസ്റ്റർ പ്ലാനർമാരായിട്ടുള്ള സുരേഷ് BN-ഉം കാസർഗോഡ് മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സജിത് പലേരിയും നമുക്ക് അവതരിപ്പിക്കും. എല്ലാവരും സ്റ്റേറ്റ് ലെവൽ മാസ്റ്റർ പ്ലാനർമാരാണ്. അങ്ങനെ 3 ക്ലാസ്സുകളാണ് ഉണ്ടാവുക. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജില്ലാ മീഡിയ സെൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയ, അതുപോലെ സോഷ്യൽ മീഡിയ, കമ്മ്യൂണിക്കേഷൻ ഇവയുടെ നോഡൽ ഓഫീസറാണ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ. അതിന് പുറമെ മറ്റൊരു സംവിധാനമുണ്ട്, MCMC, മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റി. അത് രൂപീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഡിക്ലറേഷൻ വന്നിട്ടില്ലെങ്കിലും അത് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു നിർദ്ദേശം പ്രകാരം തന്നെ രൂപീകരിച്ചു കഴിഞ്ഞു. കൃത്യമായി പാലിക്കുക. ഈ ഗൈഡ് ലൈൻസ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ ബ്രോഡ്കാസ്റ്റിംഗ് കാര്യത്തിലും കൂടി, പ്രക്ഷേപണത്തിന്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. അത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻഫർമേഷൻ ഡെസിമിനേഷൻ, ഇതിന്റെ പരസ്യത തന്നെ ഇതിനകം പറഞ്ഞു കഴിഞ്ഞ ഉത്തരവാദിത്തം. It is not possible to conduct free and fair elections without the active and positive cooperation of media. Whether it is print media, electronic media, social media, all kinds of media personnel have to be actively involved, and they have to be positively involved to make the election process free and fair, and to ensure that election process is not vitiated. എല്ലാ ഫ്ലൈയിങ് സ്ക്വാഡും സ്റ്റാറ്റിക് സർവൈലൻസ് സ്ക്വാഡ് എല്ലാം വെക്കുന്നുണ്ട്. പക്ഷേ മീഡിയ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് റോളാണ്. എന്തെങ്കിലും ഒരു മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വയലേഷൻസ് ആയാൽ അത് റിപ്പോർട്ട് ചെയ്യാനും പുറത്ത് കൊണ്ടുവരാനും നിങ്ങൾ ഒരു മെയിൻ റോളാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ കംപ്ലയൻസ്, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള ചില ലീഗൽ പ്രൊവിഷൻസ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എന്നാൽ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 സെക്ഷൻ 126 നിങ്ങളെല്ലാവർക്കും വളരെ പരിചയപ്പെട്ട ഒരു സെക്ഷനാണ്. സൈലന്റ് പീരീഡ് ആണ്. അതായത് ഇലക്ഷൻ ലാസ്റ്റ് 48 hours ഒരു സൈലന്റ് പീരീഡ് ആയിട്ടാണ് നമ്മൾ കണ്ടത്. ആ സൈലന്റ് പീരീഡിൽ ഇലക്ഷൻ റിലേറ്റഡ് ഇലക്ഷൻ മാറ്റേഴ്സ് ഒന്നും തന്നെ നമ്മൾ ഏത് ഒരു മീഡിയയിലും അവതരിക്കാൻ പാടില്ല. അതാണ് ഈ സൈലന്റ് പീരീഡ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ there is imprisonment for 2 years.
അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ അത് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ 126A ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്, അത് എക്സിറ്റ് പോൾസ് ആ ഒരു സൈലന്റ് പീരീഡിൽ റിപ്പീറ്റഡ് ആണ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് ബന്ധപ്പെട്ട് എക്സിറ്റ് പോൾ എന്ന് പറയുമ്പോൾ ഈ ഒപ്പീനിയൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ട്രെയിനർമാർ സംസാരിക്കും, എന്നാലും ഞാൻ നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് പറയുന്നത് കൊണ്ട് പറയുന്നത്. അപ്പൊ ഈ ഒപ്പീനിയൻ പോൾസ് വരുമ്പോൾ ഒപ്പീനിയൻ പോൾസ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഒപ്പീനിയൻ പോൾസ് ആരാണ് കമ്മീഷൻ ചെയ്യുന്നത്, ആരാണ് അത് ഫണ്ടിങ് ചെയ്യുന്നത്? ഓക്കെ, അതിലൊന്ന് വെരിഫിക്കേഷൻ ചെയ്യണം. ഒരു തേർഡ് പാർട്ടി നടത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ വെരിഫൈ ചെയ്യാതെ അങ്ങനെ അനൗൺസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, വളരെ കെയർഫുൾ ആയിട്ടാണ് ഈ ഒപ്പീനിയൻ പോൾസ്, എക്സിറ്റ് പോൾസ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ സപ്പോസ് നമുക്ക് ഒരു കാൻഡിഡേറ്റിന്റെയോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയോ അപ്രൂവൽ എടുക്കാതെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പാടില്ല. അത് പലപ്പോഴും വളരെ ട്രിക്കിയാണ്. ഒരു കാൻഡിഡേറ്റിന്റെ അപ്രൂവൽ എടുക്കാതെ അയാൾക്ക് വേണ്ടിയോ എതിരായിട്ടോ ഒരു അഡ്വർടൈസ്മെന്റ് ഇതും ന്യൂസ് കൊടുക്കാൻ പാടില്ല. അത് 171H പ്രകാരം, ഇന്ത്യൻ പീനൽ കോഡ് 171H പ്രകാരം അത് തെറ്റായിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ ഇതില് ഈ മീഡിയ എത്തിക്സ് എല്ലാം ഉണ്ട്, കോഡ് ഓഫ് കണ്ടക്ട്, എത്തിക്സ് റെസ്പോൺസിൽ കൊടുത്തതുണ്ട്. അതിലെ ജസ്റ്റ് ഇതാണ് നിയമങ്ങൾ സംബന്ധിച്ച് ഇത്രയാണ് ഉള്ളത്. പക്ഷെ ഇതിൽ കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ നിയമങ്ങളെല്ലാം പറഞ്ഞതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. 171H അതായത് 171H പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റിന്റെ അപ്രൂവൽ എടുക്കാതെ അയാൾക്ക് വേണ്ടിയോ എതിരായിട്ടോ നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് തെറ്റാണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പിന്നെ പറയാം, ഒരാളുടെ സ്വന്തം കാറുണ്ട്, ആ സ്വന്തം കാറില് ഒരു കാൻഡിഡേറ്റിന്റെ ഫോട്ടോയോ ഒരു ഫ്ലാഗോ വെച്ചിട്ട് പോയാൽ വിത്തൗട്ട് ദ പാർട്ട് ഓഫ് ക്യാമ്പയിൻ അല്ലാതെ പൊളിറ്റിക്കൽ ആളുകൾ ഇത് എടുക്കാതെ പോയാൽ വയലേഷൻ, അത് വയലേഷനാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വന്ന ശേഷം നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരുപാട് സിനാരിയോസ് ഉണ്ടാവാം. ആ സിനാരിയോസ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് നടപടി കൊണ്ടുപോകും. വേറെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഫേക്ക് ന്യൂസ്. നമുക്ക് ന്യൂസ് ഇപ്പോ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. അപ്പോ ഫേക്ക് ന്യൂസ് നമുക്ക് കൗണ്ടർ ചെയ്യാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഇലക്ട്രോണിക് മീഡിയ, സോഷ്യൽ മീഡിയ ആൻഡ് പ്രിന്റ് മീഡിയ, ഈ മൂന്നാളുകൾക്കും ഉണ്ട്. ഇപ്പോ നിലവിലുള്ള ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മുടെ ജനാധിപത്യത്തിന്റെ 5ാമത്തെ പില്ലർ കൂടി വന്നിട്ടുണ്ട്. 5ാമത്തെ പില്ലർ അതാണ് സോഷ്യൽ മീഡിയ. അപ്പോ ന്യൂസ് ട്രാവൽസ് വെരി ഫാസ്റ്റ്. അപ്പോ നമുക്ക് ഫേക്ക് ന്യൂസ് നമുക്ക് എപ്പോഴും പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവിടെ നല്ലൊരു സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ടീം നമുക്ക് ഇവിടെ ഉണ്ടാവും, നമ്മളെ ആലോചിക്കുകയാണ്. അപ്പോ അതിൽ ഉടനെ തന്നെ നമുക്ക് അതിന് ശരിയായിട്ടുള്ള ഫാക്ട് എടുത്തിട്ട് നമുക്ക് കൊടുക്കുകയാണ്. അപ്പോ ഫേക്ക് ന്യൂസ് നമുക്ക് അൺവെരിഫൈഡ് റിപ്പോർട്ട്സ്, ഫേക്ക് ന്യൂസ് ഇതൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ കൗണ്ടർ ചെയ്യണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവരണം. പിന്നെ ഇത് ഒരു ട്രിക്കി ആയിട്ടുള്ള ഇഷ്യൂ ആണ് പെയ്ഡ് ന്യൂസ്. പെയ്ഡ് ന്യൂസ് അഗൈൻ വളരെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. 2004 ഏപ്രിൽ 13 സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് പ്രകാരമാണ് ഈ പെയ്ഡ് ന്യൂസ് എതിരായിട്ടുള്ള MCMC സംവിധാനങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോ അതിൽ കൃത്യമായി പറയുകയാണ് എങ്ങനെയാണ് ഇതൊക്കെ പ്രീ സർട്ടിഫിക്കേഷൻ ചെയ്യേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോ ഈ പെയ്ഡ് ന്യൂസിൽ നമുക്ക് വളരെ ശ്രദ്ധിക്കണം. ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട്. പെയ്ഡ് ന്യൂസ് എങ്ങനെ കണ്ടെത്തണം, ഇതൊക്കെ അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പെയ്ഡ് ന്യൂസ് പിടിച്ചു കഴിഞ്ഞാൽ ആ കാൻഡിഡേറ്റിന്റെ എക്സ്പെൻഡിച്ചർ ഉൾപ്പെടുത്തും, നമ്മൾ നോട്ടീസ് കൊടുക്കും. വിത്തിൻ 96 hours നമ്മൾ നോട്ടീസ് കൊടുക്കണം. അതിന് അദ്ദേഹം 48 hours റിപ്ലൈ കൊടുക്കണം. മാത്രമല്ല പിന്നെ എന്തെങ്കിലും കണ്ടെത്തിയാൽ ഏത് മീഡിയ ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് ഉള്ള നടപടി സ്വീകരിക്കാൻ റെസ്പോൺസിബിളും പിന്നെ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഏജൻസിക്കും നമ്മൾ ഒരു ഇതും കൊടുക്കും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇതെല്ലാവർക്കും പലപ്പോഴും നിങ്ങൾ എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്നാലും എന്റെ ഒരു ഡ്യൂട്ടിയാണ് നമ്മളത് പറയേണ്ട ഉത്തരവാദിത്തമുണ്ടെന്ന് പറയുന്നത്. പിന്നെ ഇതില് 2010 പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഡ്യൂറിംഗ് ഇലക്ഷൻ എങ്ങനെയാണ് ഈ പ്രിന്റ് മീഡിയ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം വളരെ വിശദമായി നമ്മുടെ ട്രെയിനിങ് ആളുകൾ പറയും. അതേപോലെ തന്നെ നോംസ് ഓഫ് ജേർണലിസ്റ്റ് കണ്ടക്ട് 2022 അതിലും എങ്ങനെയാണ് ചെയ്യേണ്ടത്.
ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ന്യൂസും ഒരു പൊളിറ്റിക്കൽ അഡ്വർടൈസ്മെന്റും ഉള്ള വ്യത്യാസം. ന്യൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ ഫംഗ്ഷൻ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ന്യൂസ് മീൻസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ ന്യൂസ് ഇസ് ടു ഇൻഫോം. പൊളിറ്റിക്കൽ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ ഫംഗ്ഷൻ ടു പ്രൊമോട്ട്. ഇത് രണ്ടും തമ്മിലും ഒരു വ്യത്യാസം ക്ലിയർ ആയിട്ടുമുണ്ട്. അപ്പോ അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. നാളെ എന്തെങ്കിലും പ്രശ്നം വന്ന് ഒരു ഇഷ്യൂ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാൽ അത് എല്ലാവർക്കും നല്ല ഗുണമുള്ള ഒരു കാര്യമാണ്. അപ്പോ ഇലക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം. എത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം. ആ സംശയങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ട്രെയിനേഴ്സ്മാരോട് നിങ്ങളെല്ലാം കൃത്യമായിട്ട്